من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. സഹോദരന്മാരെ, സഹോദരി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് അവനോട് ഏറ്റവും തഖ്വയുള്ളവരായി ജീവിക്കണം എന്നുണർത്തുകയാണ്. അല്ലാഹുവിൻ്റെ സന്നിധിയിലേക്ക് ഏത് നിമിഷവും ഇവിടെ നിന്ന് യാത്ര പുറപ്പെടേണ്ട ഒരു നമ്മൾ ഓരോരുത്തരും എന്ന ബോധവും ചിന്തയും എപ്പോഴും നമ്മുടെ മനസ്സിൽ നിലനിർത്തുകയും ജീവിതത്തിൽ അതിനനുസൃതമായി ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകണം എന്നുണർത്തുകയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തു അൽ ബഖറയിലെ 208-ാമത്തെ വചനമാണ് ഞാൻ ഓതിയത്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ സമ്പൂർണമായും സമാധാനത്തിലേക്ക് പ്രവേശിക്കുക. വലാ തത്തബിഉ ഖുതുവാതി ശൈത്വാനി ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, പിശാചിന്റെ കാൽപ്പാടുകൾ നിങ്ങൾ പിൻപറ്റരുത്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, തീർച്ചയായും അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രു തന്നെയാണ്. ഈ വിശുദ്ധ വചനം നമ്മെ ഉണർത്തുന്നത് വിശ്വാസികൾ എപ്പോഴും സന്ധിയുടെയും സമാധാനത്തിൻ്റെയും വക്താക്കളായി നിലനിൽക്കണം എന്നാണ്. ഈ സമാധാന എന്ന ഉത്കൃഷ്ടമായ മഹത്തരമായ ഈ ആശയത്തിൽ നിന്ന് മനുഷ്യനെ പിന്തിരിപ്പിക്കുക എന്നത് പിശാച് അവൻ്റെ ദൗത്യമായി ഏറ്റെടുത്തൊരു കാര്യമാണ്. മനുഷ്യൻ്റെ ശത്രു, ആ ശത്രു എന്ന നിലയ്ക്ക് തന്നെ മനുഷ്യർക്കിടയിൽ ശത്രുത വളർത്തിക്കൊണ്ടുവരുന്ന ആ ശത്രുവിനെ ശത്രുവായി കാണുകയും പിശാചിൻ്റെ പിന്നാലെ അവൻ്റെ കാൽപ്പാടുകൾ നോക്കി നിങ്ങൾ മുന്നോട്ട് പോകരുത് എന്നുമാണ് ഈ വിശുദ്ധ വചനം ഉണർത്തുന്നത്. സമാധാനത്തെപ്പറ്റി ഇസ്ലാം ധാരാളമായി നമ്മെ പഠിപ്പിച്ച കാര്യം നമുക്ക് അറിയുക. പക്ഷെ ലോകത്തെ ഏറ്റവും സമാധാനം ഇഷ്ടപ്പെടാത്ത യുദ്ധത്തിൻ്റെയും അക്രമത്തിൻ്റെയും എല്ലാ തരത്തിലുള്ള അത്തരം സമാധാനത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളുടെയും ഒരു ഐക്യണായിക്കൊണ്ട് ലോകം എടുത്തു കാണിക്കുന്നത് മുസ്ലിങ്ങളെയും അതുപോലെ ഇസ്ലാമിനെയാണ്. അതൊരു വിധി വൈപരീത്യമാണ്. ലോകത്ത് നടക്കുന്ന പല സംഗതികളും നമ്മൾ ആലോചിച്ചു നോക്കിയാൽ നമുക്ക് വലിയ അത്ഭുതം തോന്നും. സാമാന്യ ബുദ്ധിക്ക് പോലും യോജിക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ വലിയ വലിയ ലോകത്തിൻ്റെ ഏറ്റവും വലിയ രാജ്യങ്ങളും ലോകം ഒന്നാകെ അതൊരു വലിയ കാര്യമായി കൊണ്ട് നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അടുത്ത ദിവസം നമ്മൾ ഗസയിൽ വെടിനിർത്തുന്നതിനെ സംബന്ധിച്ച് ഉള്ള ഒരു പ്രമേയം, അത് അമേരിക്ക വീറ്റോ ചെയ്യും. 15 അംഗരാജ്യങ്ങളാണ് അതിലുള്ളത്. 15 അംഗരാജ്യങ്ങളിൽ ഒരു അംഗരാജ്യം വോട്ട് ചെയ്യാവുന്നത്, ബാക്കി 13 പേരും എല്ലാവരും
എല്ലാവരും യുദ്ധം അവസാനിപ്പിക്കണം എന്ന് അതിശക്തമായ രീതിയിൽ പറഞ്ഞു. അങ്ങനെയാണല്ലോ വേണ്ടത്. 15-ൽ 13 അല്ലെങ്കിൽ 14 യുദ്ധം വേണ്ട എന്ന് പറഞ്ഞാൽ അതൊരു തീരുമാനമായി, അത് അംഗീകരിക്കുക എന്നുള്ളതാണല്ലോ സാമാന്യമായി ഏതൊരു ബുദ്ധിയും ഏതൊരു മനുഷ്യനും അതാണല്ലോ അംഗീകരിക്കുക. പക്ഷേ ഇല്ല, ആ 13 പേരുടെയും തീരുമാനത്തെ ഞങ്ങൾ വീറ്റോ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അമേരിക്ക വീറ്റോ ചെയ്യും. അതിൻ്റെ അർത്ഥം അമേരിക്ക പറയുന്നത് നടക്കുള്ളൂ എന്നാണ്. പിന്നെ എന്തിനാണ് ഈ 15 രാഷ്ട്രങ്ങളും ഈ യോഗത്തിൽ പോയി ഇരിക്കുന്നത് എന്നെങ്കിലും നമ്മളൊന്ന് ആലോചിക്കണം. അതിൻ്റെ ഒരു സാമാന്യ ബുദ്ധി ഇല്ലായ്മ നമ്മൾ, ലോകം അങ്ങനെയാണ്, ജനാധിപത്യം, അതുപോലെ തന്നെ ഈ ഇത്തരം സംഗതികളൊക്കെ അതൊക്കെ പ്രസംഗിക്കാനും ആളുകളെ മുന്നിൽ പറയാനുമാണ് പലർക്കും അതൊക്കെ പറയാനുള്ളതാണ്. പക്ഷെ അത് നടപ്പാക്കണ സന്ദർഭത്തിൽ വരുമ്പോൾ ഇത്തരം നെറികേടുകൾ എന്നല്ല, ഇത്തരം വളരെയധികം ബാലിശമായ ഏതൊരു ബുദ്ധിയും ബാലിശം എന്ന് പറയുന്ന സംഗതി അത് ഇന്ന് ലോകത്ത് വലിയ ഒരു സംഭവമാണ്. ലോകത്തെ മറ്റു രാഷ്ട്രങ്ങൾക്കോ അല്ലെങ്കിൽ UN-നോ അല്ലെങ്കിൽ ആർക്കോ അതിനൊരു പ്രശ്നമില്ല. അങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ വേറൊന്നും ഇപ്പൊ നമ്മൾ കണ്ടല്ലോ, നമ്മുടെ നാട്ടില് ഒരു 2 മൃഗങ്ങൾക്ക് എന്തോ പേരിട്ട് ഓരോ കൂട്ടിൽ നിർത്താൻ പാടില്ല എന്നൊക്കെ നമ്മളതിന്റെ കേസ് വന്നപ്പോ, അങ്ങനെ ഒരു കേസ് വന്നപ്പോ 2 സിംഹങ്ങൾ ഒരു കൂട്ടിലിടരുത് എന്നുള്ളൊരു കേസ് വന്നപ്പോ 2 പേരുള്ള, അപ്പൊ നമ്മൾ വിചാരിച്ചു പടച്ചോനെ എന്താ ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ ആലോചിക്കോ? ഒരു സിംഹത്തിൽ സീത എന്നൊക്കെ നമ്മളെ ഇട്ടെടുത്ത പേരാണല്ലോ, വേറെ ആരും ഇട്ടൊന്നുമല്ല. ആ സിംഹങ്ങൾ അങ്ങനെ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചൊരു സിംഹവും ഹിന്ദു കുടുംബത്തിൽ ജനിച്ചൊരു സിംഹവും അവർ തമ്മിൽ ഒരു ലിവിങ് ടുഗദർ തീരുമാനിച്ച് വന്ന് 2 ആളും കൂടി ഒരു കൂട്ടിൽ താമസിക്കാൻ തീരുമാനിച്ചോന്നല്ല. ആ സിംഹങ്ങൾക്ക് ഒന്നിന് ഈ സീത എന്ന് പേരിട്ട് ഒരാൾ, നമ്മളെ 2 പേര്, വേറൊരു ഷാജഹാനോ മറ്റോ അക്ബറോ മറ്റോ വേറെ ഒരു പേരിട്ടു. എന്നിട്ട് അതിനെ ഒരു കൂട്ടിലിട്ട് നിർത്തുമ്പോ നമ്മളെ ആളുകളിൽ ചില മനുഷ്യന്മാര് അതൊരിക്കലും പാടില്ല, അത് മതവികാരത്തെ വ്രണപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞു വരുമ്പോ ആ കേസ് വന്നപ്പോ നമ്മളൊക്കെ വിചാരിച്ചു പടച്ചോനെ ഇങ്ങനെയും ചിന്തിക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ ലോകത്തെ. ഏതെങ്കിലും മുസ്ലിമിന് വല്ല ഏതെങ്കിലും അർത്ഥത്തിലുള്ള എന്തെങ്കിലും എതിർപ്പുണ്ടോ ആ സിംഹത്തിന്റെ പേരിന് വേറെ ഏതെങ്കിലും ഒരു ഗണേശൻ ആക്കുന്നതിനോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു മാത്യു സിംഹത്തിന്റെ പേരാക്കുന്നതിനോ ഒരു മുസ്ലിമിന് യാതൊരു തകരാറുമില്ല. മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല. ഏതെങ്കിലും ഒരു മൃഗത്തിന്റെ പേര് അവനാന്റെ ഒരു മുസ്ലിമിന്റെ പേരാക്കണമെന്ന് ആരും ആവശ്യമില്ല. ലോകത്ത് നമ്മുടെ നാട്ടിലൊക്കെ ബഹുഭൂരിപക്ഷം മൃഗങ്ങളുടെയും പേര് മുസ്ലിമിൻ്റെതല്ലാത്ത പേരാണ്. നമ്മൾ പശു ഉള്ള ആളുകളുടെ ആനകൾ എത്ര ആനകളുണ്ട്. ഏതെങ്കിലും ഒരു അബൂബക്കർ എന്ന് പറഞ്ഞൊരു ആന നമ്മൾ കേട്ടിക്കണം, അങ്ങനത്തെ ഒരു ആന ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ആളുകൾ ഇതൊക്കെ ഒരു കേസായിട്ട് ഉയർത്തി വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു പടച്ചോനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കും. അപ്പൊ ഇന്നത വന്നതിന് അങ്ങനെ തന്നെയാണ് വേണ്ടത്, അത് മാറ്റണം, പേര് മാറ്റണം എന്ന് നമ്മളുടെ നീതിന്യായ വകുപ്പിൽ നിന്ന് അങ്ങനെ വരും. അപ്പൊ ഇതാണ് നമ്മളുടെ മുമ്പിലുള്ള ലോകത്തിന്റെ അവസ്ഥ. അങ്ങനത്തെ ഒരു ലോകം മുസ്ലിങ്ങൾ ആണ് ഈ അക്രമത്തിന്റെയും സമാധാനത്തിന് ഭംഗം നിൽക്കുന്നവര്, അവരാണ് ഇതിൻ്റെയൊക്കെ വക്താക്കൾ എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ ബേജാറായി നിൽക്കേണ്ട ആവശ്യമില്ല. ഇതിനേക്കാൾ വലുത് ഓരോരുത്തർക്കും തോന്നുന്നത് അത് ഈ ലോകത്തിന്റെ കിടപ്പ് അങ്ങനെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇസ്ലാം എന്ന് പറയുന്നത് ഏത് സന്ദർഭത്തിലും സമാധാനത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു മതമാണ്. വിശുദ്ധ ഖുർആനിൽ 100-ലധികം സ്ഥലങ്ങളിൽ സമാധാനം എന്ന പദവും സലാം എന്ന പദവും അതിൽ നിന്ന് ഉത്ഭൂതമാകുന്ന മറ്റു പദങ്ങളും 100-150ഓളം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനെതിരായിട്ടുള്ള ഹർബ് എന്നുള്ള പദങ്ങൾ, ഹർബ് എന്ന് പറഞ്ഞാൽ യുദ്ധം എന്നാണ്. യുദ്ധം എന്നുള്ള പദം ഖുർആൻ ഒരു 5-6 സ്ഥലങ്ങളിലേ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു ആളുകൾ നല്ല പേരിനെ പറ്റി ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അമ്പിയാക്കളുടെ പേര് അതുപോലെ അബ്ദുള്ള, അബ്ദുറഹ്മാൻ അതൊക്കെ ഇട്ടോളൂ, നല്ല പേരാണെന്ന് പറഞ്ഞു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അസ്ദഖുൽ അസ്മാ, സത്യസന്ധമായ പേര് എന്ന് പറഞ്ഞാൽ അതായത് ഹാരിസ്,
ദാരിസ് എന്ന് പറഞ്ഞ അർത്ഥം കർഷകൻ എന്നുള്ള അർത്ഥമാണ്, അല്ലെങ്കിൽ അധ്വാനിക്കുന്നവൻ. അതൊരു നല്ല പേരാണ് റസൂലുള്ളാഹി പറഞ്ഞത്. വളരെ മോശമായ പേരായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അത് മാറ്റാനും പറഞ്ഞു. ഹർബ് എന്നുള്ള പദം, യുദ്ധം ഒക്കെ ഇവര് അറബികൾ പേരിട്ട് വരുന്നു. അവര് വലിയ അത്തരം വലിയ ധീരതയും ശൂരതയും ഒക്കെ കാണിക്കുന്ന ആളുകളാണെന്ന് വിചാരിച്ചിട്ട് അതിനുവേണ്ടി അവർ ഹർബ് എന്ന് പേരിട്ട ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ പേര് മാറ്റണം, ആ പേര് പോലും മാറ്റണം, യുദ്ധം എന്നുള്ള പദത്തിന്റെ ആ പേര് പോലും മാറ്റണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച. അങ്ങനെയാണ് ഈ സമാധാനവും നമ്മളും തമ്മിലുള്ള ബന്ധം. അങ്ങനെയാണ് വിശുദ്ധ ഖുർആനിൽ നമ്മളൊക്കെ ലക്ഷ്യം വെക്കുന്ന സ്വർഗത്തിനെ പറ്റി വിശുദ്ധ ഖുർആൻ നമുക്ക് 3-4 സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. അവിടെയൊക്കെ പറയണത് ദാറുസ്സലാം എന്നാണ്. ലഹും ദാറുസ്സലാം ഇൻദ റബ്ബിഹിം വഹുവ വലിയ്യുഹും ബിമാ കാനൂ യഅമലൂൻ. ഒരു സ്ഥലത്ത് വിശ്വാസികളോട് പറഞ്ഞാണ്, നിങ്ങൾക്ക് മരിച്ചു ചെന്നാൽ ദാറുസ്സലാം ഉണ്ട്, അല്ലാഹുവാണ് നിങ്ങളുടെ രക്ഷാകർത്താവ്, നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ അവനറിയും എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ദാറുസ്സലാം എന്ന് പറഞ്ഞാൽ എന്താണ്? സമാധാനത്തിന്റെ ഗേഹം എന്നാണ് അതിന്റെ അർത്ഥം. മറ്റൊരു സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അല്ലാഹു നിങ്ങളെ വിളിക്കുന്നത് സ്വർഗത്തിലേക്ക് വിളിക്കുന്നു എന്നുള്ളതിന് പകരം വിശുദ്ധ ഖുർആൻ പറഞ്ഞത് യദ്ഉ ഇലാ ദാരിസ്സലാം എന്നാണ്. നിങ്ങളെ ദാറുസ്സലാമിലേക്ക് വിളിക്കുന്നു, സമാധാനത്തിന്റെ വീട്ടിലേക്ക് നിങ്ങളെ വിളിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞത്. സ്വർഗത്തിലെത്തിയാലും പിന്നെന്തായിരിക്കും? സ്വർഗത്തിലെത്തിയാലും സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ എന്നാണ് നമ്മൾ ലൈലത്തുൽ ഖദറിൽ നടക്കാൻ പോണ ഏറ്റവും വലിയ ലൈലത്തുൽ ഖദറിനെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നേരം പുലരുന്ന വലിയ സമാധാനം. മനുഷ്യന് സമാധാനം ലഭിക്കുന്ന ഒരു സമയം മാത്രമാണ്. സ്വർഗത്തെ പറ്റി പറഞ്ഞു, ഖാലിദീന ഫീഹാ ബിഇദ്നി റബ്ബിഹിം തഹിയ്യത്തുഹും ഫീഹാ സലാം. സ്വർഗത്തിലെത്തിയാൽ അവിടെ അഭിവാദനങ്ങളൊക്കെ സമാധാനം സമാധാനം സമാധാനമായി. ആ ഒരേ അഭിവാദനം തന്നെയാണ്. ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുകയും അങ്ങനെ ആദമിനോട് മലായികത്തുകളുടെ അടുക്കലേക്ക് വന്ന് അവരെ തഹിയ്യത്ത് ചെയ്യാൻ, അവരെ അഭിവാദ്യം ചെയ്യാൻ അള്ളാഹു കൽപ്പിക്കുകയുണ്ടായി. ആ അഭിവാദ്യം അവിടെ പറഞ്ഞു കൊടുത്തതിനെ പറ്റി ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്നാണ് നമ്മളും പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നൊക്കെ പറയാനാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടത്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി പറഞ്ഞു 10 പ്രതിഫലമായി. നിങ്ങൾ അസ്സലാമു അലൈക്കും ഒരാളോട് പറയുമ്പോൾ നിങ്ങൾക്ക് 10 പ്രതിഫലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുമ്പോൾ അത് ഇരട്ടിയാകുന്നു. വബറകാതുഹു എന്ന് ചേർക്കുമ്പോൾ 30 എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ അതങ്ങനെ അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നൊക്കെ പറയാൻ പ്രോത്സാഹിപ്പിക്കുകയും തമ്മിൽ അങ്ങനെ നിങ്ങൾ അഭിവാദ്യം ചെയ്യണം എന്നൊക്കെ ചെറുപ്പം മുതൽ കുട്ടികൾ മുതൽ നമ്മൾ പഠിപ്പിക്കപ്പെടുകയാണ്. സമാധാനം, അള്ളാഹുവിന്റെ അടുത്തുള്ള സമാധാനം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നാണ് സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ പഠിപ്പിച്ചിട്ടുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയാനേ പഠിപ്പിച്ചിട്ടുള്ളൂ. പിന്നെ വബറകാതുഹു എന്ന് ചേർത്തുകൊണ്ട് ചില റിപ്പോർട്ടുകൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. അത് വേണ്ടത്ര പ്രബലമായ റിപ്പോർട്ടുകൾ അല്ലാത്തത് കൊണ്ടാണ് വബറകാതുഹു എന്ന് കൂടി എന്റെ കൂടെ നമ്മൾ ചേർത്തി പറയാത്തത്. അല്ലാതെ വബറകാതുഹു എന്നുള്ളതിനോട് എന്തെങ്കിലും ഒരു എതിർപ്പുള്ളത് കൊണ്ടല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി നിങ്ങൾക്ക് വബറകാതുഹു എന്ന് കൂടിയാണ് ചേർത്തിയാൽ എന്നൊക്കെ ചില ആളുകൾ ചോദിച്ചു. അതിനോട് എതിർപ്പുണ്ടല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ സലാം പറയുമ്പോഴൊക്കെ അത് പറയുമല്ലോ. പക്ഷെ നമസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏറ്റവും സഹീഹായ കുറ്റമറ്റ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ വബറകാതുഹു ഇല്ല. എന്നാൽ വബറകാതുഹു ചേർത്തിക്കൊണ്ട് ചില റിപ്പോർട്ടുകൾ ഫിഖ് ഗ്രന്ഥങ്ങളിലും അതുപോലെ ചില ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അതിനെ പറ്റി അഭിപ്രായ വ്യത്യാസം. പണ്ഡിതന്മാരിൽ ചില ആളുകൾ അത് ദുർബലമാണ്, അത് സ്വീകാര്യമല്ല എന്നൊക്കെ പറഞ്ഞ ഇതാണ്. അപ്പൊ അതുകൊണ്ട് അത് വേണ്ടാന്ന് വെക്കുകയാണ്. അപ്പൊ ആ കൂട്ടത്തിൽ മനസ്സിലാക്കാന്ന് മാത്രം. ഏതായാലും ഇങ്ങനെ അഭിസംബോധന അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു വിഭാഗമാണ്. അപ്പൊ സലാമാണ് നമ്മുടെ ഐഡന്റിറ്റി. അതാണ് സമാധാനം.
അതിനു വേണ്ടി മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് റസൂൽ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ വൈൻ ജനഹൂലി സിൽമി ഫജ്നഹ ലഹാ, ഏത് യുദ്ധം നടക്കുകയാണെങ്കിലും നിങ്ങൾ ഇങ്ങോട്ട് അവർ സന്ധിക്ക് വരികയാണെങ്കിൽ, സമാധാനത്തിന് അവർ വരികയാണെങ്കിൽ നിങ്ങൾ അതിന് കൂടെ നിന്ന് കൊടുക്കണം. അപ്പൊ പിന്നെ നിങ്ങൾ അതൊന്നും ചിന്തിക്കരുത്, ബാക്കി കാര്യം പടച്ചോക്കലല്ല, പിന്നെ നിങ്ങൾ പടച്ചോനെ ഏൽപ്പിക്കണം. അഥവാ അവർ ചതിച്ചാലോ അവരങ്ങനെ ചെയ്താലോ എന്നൊന്നും നിങ്ങൾ ആലോചിക്കണ്ട. സമാധാനത്തിലേക്ക് നമ്മളെ ശത്രുക്കളായ ആളുകൾ യുദ്ധത്തിൽ തന്നെ സമാധാനത്തിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയത് നിങ്ങൾ ആ സമാധാനത്തിന്റെ വഴിയിലേക്ക് പോകും. സലാമുൻ അലൽ മുർസലീൻ, എല്ലാ പ്രവാചകന്മാരെ പറ്റിയും വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അവർക്കൊക്കെ സമാധാനം ഉണ്ടാകട്ടെ എന്ന്. സകല പ്രവാചകന്മാർക്കും സമാധാനം ഉണ്ടാകട്ടെ എന്ന്. വീട്ടിൽ കയറി ചെല്ലുമ്പോൾ നിങ്ങൾ അസ്സലാമു അലൈക്കും എന്ന് പറയണം, വീട്ടുകാരോട് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയണം. അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയണം. എന്നാൽ നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹബന്ധം ഉണ്ടാവും. റസൂലുള്ളാഹി പറഞ്ഞു, ലാ യദ്ഖുലൂനൽ ജന്നത ഹത്താ തുഅ്മിനു, വിശ്വാസിയായെങ്കിലേ സ്വർഗ്ഗപ്രവേശനം ഉണ്ടാവുള്ളൂ. വലാ തുഅ്മിനു ഹത്താ തഹാബു, വിശ്വാസിയാണോ എങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. പരസ്പരം സ്നേഹമില്ലാതെ ഞാനും വിശ്വാസിയാണെന്ന് പറഞ്ഞ് തമ്മിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പകയും വിദ്വേഷവും കൈമുതലാക്കി ഓരോരുത്തരെയും അങ്ങോട്ടും ഇങ്ങോട്ടും നശിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നതിനെ പറ്റി ഗവേഷണം നടത്തി നടക്കുന്ന അതൊന്നും ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല. അതാണ് വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വിശ്വാസികളാണെങ്കിൽ അവർ പരസ്പരം സ്നേഹിക്കണം, അങ്ങോട്ടും സ്നേഹിക്കണം ഇങ്ങോട്ടും അതുപോലെ സ്നേഹിക്കണം. എന്നാൽ ഇങ്ങനെ ഈ സ്നേഹം വളരാൻ, നിങ്ങൾക്കിടയിൽ സ്നേഹം വളരാൻ നല്ല ഒരു വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അല അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതും തഹാബത്തും, നിങ്ങൾ തമ്മിൽ സ്നേഹം വളരാൻ ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി പറഞ്ഞു, അഫ്സുസ് സലാം ബൈനക്കും, അങ്ങോട്ട് നിങ്ങൾക്കിടയിൽ സലാം പറയുന്നത്, സമാധാനം എന്ന രീതിയിൽ സലാം പറയുന്നത് നിങ്ങൾ വ്യാപിപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് നമ്മൾ എന്ന് നമ്മളെ പറ്റി നമ്മൾ മനസ്സിലാക്കുക. ഇന്ന് യഥാർത്ഥത്തില് വേൾഡ് പീസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഡേ എന്ന് പറയുന്നതാണ്. സമാധാനവും അതുപോലെ തന്നെ പരസ്പരം മനസ്സിലാക്കുകയും ചെയ്യേണ്ട, അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയുന്ന UN ഒന്നുമല്ല, എന്നാലും അങ്ങനെ ലോകം ആ രീതിയിൽ ഒരു ദിവസത്തെ ഓർക്കുന്ന ദിവസമാണ് ഫെബ്രുവരി 23 എന്ന് പറയുമ്പോൾ. അപ്പൊ നമുക്ക് ഈ ഫെബ്രുവരി 23 സമാധാനത്തെ പറ്റി ഏറ്റവും കൂടുതൽ പറയാൻ അർഹതയുള്ളൊരു വിഭാഗം നമ്മളാണ്. പക്ഷെ നമ്മൾക്ക് പൊതുവിൽ സമാധാനം ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. നമ്മുടെ നാട്ടില്, നമ്മുടെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ സമാധാനം കുറഞ്ഞു വരുന്നുണ്ട്. ആ കുറഞ്ഞു വരുന്നത് ഇപ്പൊ നമ്മളുടെ ഒരു 10 കൊല്ലം മുമ്പ് ജീവിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു സമാധാനം ഇന്ന് ജീവിക്കുന്ന ആളുകൾക്ക് ഇല്ല. പല കുട്ടികൾക്കും പലപ്പോഴും മനസ്സിലായിക്കൊള്ളുന്നില്ല. മുതിർന്നവർക്ക് അറിയാം, ഒരു 10 20 കൊല്ലമൊക്കെ നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ എന്താണ് സുഖം, വളരെ സമാധാനത്തോടു കൂടി എവിടേക്കും യാത്ര ചെയ്യാൻ ഒന്നും ഒരു പ്രയാസമില്ലാത്ത ഒരു നാടായിരുന്നു നമ്മുടെ നാട്. ഇപ്പോ അതിനൊക്കെ പേടി, അതിനൊക്കെ സമാധാനം നഷ്ടപ്പെടാൻ, സമാധാനത്തിന്റെ ഒരു വലിയ അടയാളമായിക്കൊണ്ട് നമ്മൾ അത് അളന്ന് തിട്ടപ്പെടുത്തേണ്ട മാനദണ്ഡമായി തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അത് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടാകുന്നതാണ്. എവിടുന്നും എങ്ങോട്ട് പോകണേനും യാതൊരു പ്രയാസവും ഉണ്ടാകില്ല. ഇപ്പോ ഈ മുസ്ലിം രാജ്യങ്ങളിലൊക്കെ അത് വളരെ വളരെ പ്രകടമാണ്. അത് അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് അറിയാം, ഏത് നട്ടപ്പാതിരിക്കും ഏതിലെയും എങ്ങനെയും ആണിനും പെണ്ണിനും യാത്ര ചെയ്യാണെങ്കിൽ പേടിക്കേണ്ട യാതൊന്നും പേടിക്കേണ്ടില്ല. വല്ല ആക്സിഡന്റ് ആകുമെന്നൊക്കെ പേടിക്കേണ്ടതേ ഉള്ളൂ, അല്ലാത്ത രീതിയിലുണ്ട്. അതാ റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ളത്. ഒരു കാലം വരും അന്ന് ഒരു പെണ്ണ് ഒറ്റക്ക് യാത്ര ചെയ്ത് സൻആയിൽ നിന്ന് മക്കത്ത് വന്ന് ഉംറ നിർവഹിച്ച് അല്ലെങ്കിൽ കഅബ തവാഫ് ചെയ്ത് അവർക്ക് മടങ്ങിപ്പോകാൻ കഴിയും. ആരും പേടിക്കേണ്ടി വരില്ല. വഴിയിൽ വല്ല ചെന്നായോ മറ്റോ ഉണ്ടാവുകയുണ്ട്, അത്തരം അപകടങ്ങൾ അത് പേടിക്കേണ്ടി വരും. എന്നല്ലാതെ മനുഷ്യന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ചെയ്യും എന്നുള്ളതിൽ ഒരു പേടിക്കേണ്ടതില്ലാത്തൊരു കാലം വരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതാണ് ഒരു സമാധാനത്തിന്റെ ഏറ്റവും വലിയത്. അപ്പൊ സഞ്ചാര സ്വാതന്ത്ര്യത്തിനുള്ള ആ സമാധാനത്തിന്റെ അവസ്ഥ അതിങ്ങനെ കുറഞ്ഞു വരികയാണ്. പല സ്ഥലങ്ങളിലേക്കും യാത്ര പോകാൻ
അങ്ങനെ പോകാനൊക്കെ നമുക്ക് പ്രയാസവും ബുദ്ധിമുട്ടും അപകടം മണത്തറിയുന്ന അവസ്ഥ നമ്മൾക്ക് വരുമ്പോൾ അതിൻ്റെ അർത്ഥം നാട്ടിൽ സമാധാനം കുറയുന്നു എന്നാണ്. അപ്പൊ അതൊന്നും അതിൻ്റെയൊക്കെ കാരണം, അതിൻ്റെയൊക്കെ വക്താക്കൾ അത് ഇസ്ലാം മത വിശ്വാസികളാണ്, മുസ്ലിങ്ങളാണ് എന്ന് വരുത്തി തീർക്കാൻ പലപ്പോഴും ലോകത്ത്, പ്രത്യേകിച്ച് ലോകമാധ്യമങ്ങൾ, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നവരാണ് ലോകമാധ്യമങ്ങൾ. മാധ്യമങ്ങൾ വിചാരിച്ചെങ്കിലേ പല വാർത്തയും നമുക്ക് കിട്ടുള്ളൂ. ഇപ്പൊ എന്തെല്ലാം വലിയ വലിയ സംഭവങ്ങൾ നമ്മുടെ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. പക്ഷെ അതിനെ പറ്റിയുള്ള വാർത്തയൊന്നും നമ്മുടെ നാട്ടിലില്ല. നമ്മുടെ നാട്ടിൽ അതിനെ പറ്റി അറിയില്ല. ഈ മാധ്യമങ്ങളിലൂടെയും അത് സോഷ്യൽ മീഡിയയിലൂടെയാണ് നമ്മൾക്ക് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നത്. അതൊക്കെ ഒരു പ്രത്യേക ലൈനിലൂടെ മാത്രം ആളുകൾക്ക് ഫീഡ് ചെയ്യുന്ന, ആളുകൾക്ക് നൽകുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ജാഗ്രത നമ്മൾ നിലനിർത്തുകയും ആ ജാഗ്രതയോട് കൂടി നമ്മൾ കാര്യങ്ങളെ നോക്കിക്കാണുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളെ പറ്റി നമുക്ക് മനസ്സിലാക്കണം. നമ്മൾ ഒരിക്കലും ഈ അക്രമത്തിൻ്റെയും അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളുടെയും വക്താക്കളല്ല. ഇത് വളരെ നേരത്തെ നമ്മൾ കണ്ടറിഞ്ഞ ഒരു അർത്ഥം തന്നെയാണ്. യഥാർത്ഥത്തിൽ നമ്മളൊരു 10-80 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അരീക്കോട് രൂപപ്പെടുത്തിണ്ടായ സുല്ലമുസ്സലാം എന്ന ഈ സ്ഥാപനം തന്നെ, സുല്ലമുസ്സലാം എന്ന അർത്ഥം തന്നെ എന്താണ്? സമാധാനത്തിന്റെ കോണിപ്പടികൾ എന്നാണ്. ആളുകൾ, നമ്മുടെ കുട്ടികൾ സമാധാനത്തിലൂടെ ഉയരങ്ങളിലേക്ക് കയറിപ്പോകണം എന്ന വളരെ ഉദാത്തമായ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ സുല്ലമുസ്സലാം സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അത് ഇന്നും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇന്ന് വരെ ഏതെങ്കിലും കാര്യമായ എന്തെങ്കിലും സമരങ്ങളോ മറ്റെങ്കിലും ഒന്നുമില്ലാതെ സമാധാനത്തോടുകൂടി പഠിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന രീതിയിൽ നമ്മുടെ സ്ഥാപനങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. കാരണം അതിന് അന്നു മുതലേ ഉറ്റ പേരിൽപ്പെട്ടൊന്ന് സുല്ലമുസ്സലാം എന്നാണ്. സുല്ലമുസ്സലാം സമാധാനത്തിന്റെ കോണിപ്പടികൾ എന്നാണ്. കാലം വരുത്തിയ മാറ്റങ്ങൾ എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ടായിട്ടുണ്ടാവും. പണ്ടുണ്ടായിരുന്ന 10-40 വർഷമോ 50 വർഷമോ 50 വർഷമോ മുമ്പൊക്കെ ഉണ്ടായിരുന്ന ആ രീതിയിലല്ല നമ്മുടെ സ്ഥാപനങ്ങൾ. അത് നമ്മളുടെ ഇത്തരം സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥയൊന്നുമല്ല. മറിച്ച് കാലം വരുത്തിയ കുറെ മാറ്റങ്ങൾ നമ്മുടെ ചെറുപ്പക്കാരിലും കുട്ടികളിലും വിദ്യാഭ്യാസ രീതികളിലും ഇങ്ങനെ പലതിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അടിസ്ഥാനപരമായി സമാധാനത്തോടു കൂടി തന്നെ നമ്മൾക്ക് വിദ്യ അഭ്യസിക്കണം, മുന്നോട്ട് പോകണം, ഉയർന്നു വരണം എന്ന തത്വം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമുക്ക് നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയുന്നുണ്ട്. അപ്പൊ എപ്പോഴും നമ്മൾ ഏതർത്ഥത്തിലും സമാധാനത്തിന്റെ വക്താക്കളായി മാറുകയും സമാധാനം നമ്മളുടെ കൈമുതലാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമാധാനവും ശാന്തിയും എന്ന് പറയുന്നത് അത് മുസ്ലിങ്ങളുടെ ഒരു കൈമുതലായിട്ടുള്ള ഒരു സംഗതിയാണ്. അത് മറ്റുള്ളവരെക്കാൾ കൂടുതൽ അതിന്റെ വക്താക്കൾ നമ്മളാണ് എന്ന ഒരു ചിന്തയും ബോധവും അഭിമാനബോധവും നമുക്ക് എപ്പോഴും ഉണ്ടാകണം. അത് നമ്മളെ സത്യമായും ഏത് നിലക്കും നമ്മൾക്ക് ഒരു ഊർജ്ജം നൽകുന്ന കാര്യമാണ്. നമ്മുടെ ചുറ്റുമുള്ള ലോകം നമ്മളെ എങ്ങനെ നിരീക്ഷിച്ചാലും ശരി, നമുക്ക് മനസ്സിൽ ഒരു വലിയ ആത്മധൈര്യം നമുക്ക് ലഭിക്കും. നമ്മൾ ഒരിക്കലും ഇത്തരം സംഘർഷങ്ങളുടെ വക്താക്കളല്ല. കാരണം ഇസ്ലാം ഈ സംഘർഷം എന്നുള്ളത് ഇസ്ലാമിന് താല്പര്യമില്ലാത്ത വിഷയമാണ്. അതാണ് ഹുദൈബിയ സന്ധിയൊക്കെ നടന്നിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധക്കെടുതികൾ നടക്കുന്ന സന്ദർഭത്തിലാണ് ഹുദൈബിയ സന്ധി നടന്നത്. അപ്പോഴേ ഈ സമാധാനത്തിന്റെ സന്ദർഭങ്ങളിലെ യഥാർത്ഥത്തിൽ മതപ്രബോധനം നടക്കുള്ളൂ. ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അത് എല്ലാവരിലേക്കും ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കുക എന്നാണ്. പ്രബോധനം നടക്കുകയാണ്. ആ പ്രബോധനം നടക്കണമെങ്കിൽ അന്തരീക്ഷം വളരെ സമാധാനമാണ്, നാട് സമാധാനമാണ്. സമാധാനമുള്ള സന്ദർഭത്തിൽ ഇതൊക്കെ നടക്കുള്ളൂ. അതാണ് ഹുദൈബിയ സന്ധിക്ക് വരുന്ന ഹിജ്റ 8-ാം വർഷത്തില്, മക്ക ഫത്തിന്റെ മുമ്പ് 7-ാം വർഷത്തില് അവര് മക്കയിലേക്ക് വരുമ്പോ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളുടെ 10 ഇരട്ടിയിലധികം ആളുകളാണ് ഏകദേശം ഒരു വർഷക്കാലം കൊണ്ട്, സമാധാനത്തിന്റെ ഒരു വർഷക്കാലം കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. പരസ്പരം മനസ്സിലാക്കാൻ പറ്റണം എന്താണ് ഇസ്ലാം, മുസ്ലിങ്ങൾ എന്താണ്, അവരെന്ത് പറയണം. ഇപ്പൊ നമ്മൾക്ക് പലപ്പോഴും ഈ അമുസ്ലിങ്ങളായ പല ആളുകൾക്ക് എന്താ നമ്മൾ പറയണമെന്ന് തന്നെ അറിയില്ല. നമ്മളുമായുള്ള അകലം വളരെ കൂടിക്കൂടി വരികയാണ്. അപ്പൊ ആ അകലം കുറക്കാൻ നമ്മൾ ശ്രമിക്കണം.
നമ്മളുടെ സുഹൃത്തുക്കളും സ്നേഹിതന്മാരും സഹപാഠികളും കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ ആയിട്ടുള്ള മുസ്ലിം അല്ലാത്ത ആളുകൾക്ക് ഉണ്ടാവും. അവർക്കൊക്കെ നമ്മളെ പറ്റി പല തെറ്റുധാരണകളുണ്ടാവും. ആ അകലം കുറക്കാൻ അവരുമായുള്ള സൗഹൃദം നമ്മൾ നിലനിർത്തണം. അവരുമായുള്ള മറ്റ് രീതിയിലുള്ള സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുകയും അങ്ങനെ നമ്മൾ ഒരിക്കലും സമാധാനത്തിൻ്റെതല്ലാത്ത ഒരു വക്താക്കളല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ما بعد. ഈ സമയത്ത് ഓർമ്മിക്കേണ്ട ഒരു സംഗതിയുണ്ട്. അത് ബറാത്ത് നോമ്പിനെ സംബന്ധിച്ചാണ്. നമ്മുടെ ഇടയിൽ പല ആളുകളും ഷഅബാൻ 15-ന്, ഏകദേശം 25-ാം തീയതിയോ 26-ാം തീയതി ആയിട്ടായിരിക്കും ഷഅബാൻ 15 വരിക. അന്നൊരു നോമ്പ് നോൽക്കുന്ന രീതി നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് അള്ളാഹുവോ റസൂലോ കൽപ്പിച്ച ഒരു നോമ്പല്ല. അതേ നമ്മളതിനെ പറ്റി മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവോ റസൂലോ കൽപ്പിച്ച നോമ്പല്ല. ഷഅബാൻ 15 നോമ്പ് നോൽക്കുക. ഷഅബാൻ അല്ലാത്ത ഏത് മാസവും അങ്ങനെ ഒരാൾക്ക് നോമ്പ് നോൽക്കുക. ഏത് മാസവും 13, 14, 15 നോമ്പ് നോൽക്കാവുന്നത് അയ്യാമുൽ ബീദ് എന്നാണ് ഈ പറയുന്നത്. എല്ലാ മാസത്തിലും 13, 14, 15 നോമ്പ് നോൽക്കുന്നത് പുണ്യകരമായ ഒരു കാര്യമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യമാണ്. എന്നാൽ ഷഅബാൻ 15-ന് മാത്രം നോമ്പ് നോൽക്കുക എന്ന് പറഞ്ഞതോ അങ്ങനെ ഒരു സമ്പ്രദായം ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. ആ വിഷയത്തിൽ ഒരു ഹദീസ് വന്നിട്ടുണ്ട്. ഇദാ കാന ലൈലത്തുൽ നിസ്ഫി മിൻ ഷഅബാൻ ഫഖൂമു ലൈലതഹാ വസൂമു യൗമഹാ. ആ ഹദീസ് ഇതാണ് പലപ്പോഴും പല പ്രഭാഷകന്മാരും മുസ്ലിംമാരും ഒക്കെ പലപ്പോഴും ആളുകളോട് ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയും. എന്താണ്? ഷഅബാന്റെ 15 എത്തിയാൽ, ഷഅബാൻ മാസം പകുതി എത്തിയാൽ ഫഖൂമു ലൈലതഹ, അന്ന് രാത്രി നിങ്ങൾ നമസ്കരിക്കുക. ആ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുക. അന്ന് പകല് നിങ്ങൾ നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞ ഒരു മൗദൂആയ ഹദീസ് എന്നാണ് പറയുന്നത്. എന്നാൽ ദുർബലങ്ങളിൽ ദുർബലമായ ഒരു ഹദീസാണ്. അത് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർമാര് കള്ളം പറയുന്ന എന്ന് പണ്ഡിതന്മാര്, നമ്മളല്ല, പണ്ഡിതന്മാര് നേരത്തെ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ അവരുടെ പഠനം നടത്തിയ ദുർബലമായ ഒരു ആധികാരികതയും ഇല്ലാത്ത ഒരു ഹദീസാണ് ഇതിന് പലപ്പോഴും പ്രമാണമായി പറയാറുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഒരു നോമ്പില്ല. അങ്ങനത്തെ ഒരു നോമ്പ് ഇല്ലാത്തൊരു നോമ്പ് നോറ്റാൽ അതെന്താണെന്ന് വെച്ചാൽ ഇല്ലാത്ത നോമ്പ് നമ്മൾ ഉണ്ട് എന്ന് വിചാരിച്ച് അള്ളാഹും റസൂലും പറയാത്തൊരു സംഗതി, കൽപ്പിക്കാത്ത സംഗതി, അത് നമ്മൾ അത് മതത്തിന്റെ ഭാഗമായി ആചരിക്കുമ്പോഴാണ് അതിന് നമ്മൾ ബിദ്അത്ത് എന്ന് പറയുന്നത്. അത് കുല്ലു ബിദ്അത്തിൻ വലാലാണ്. നമ്മൾ ഖുത്ബകളിലൊക്കെ പറയുമ്പോൾ എല്ലാ ബിദ്അത്തുകളും വലാലത്താണ് എന്ന് പറഞ്ഞ് വഴികേടാണ് എന്ന് പറഞ്ഞതിന്റെ ഇനത്തിൽ അത് പെടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഷഅബാൻ മാസം പൊതുവെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം നോമ്പ് നോൽക്കുന്ന ഒരു മാസങ്ങളിൽ പെട്ടതാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഷഅബാൻ മാസം ചില കൊല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോറ്റ് തുടങ്ങിയാൽ എനിക്ക് തോന്നും ഇന്ന് ഈ മാസം നബി നോമ്പ് ഉപേക്ഷിക്കൂലേന്ന് തോന്നും. അപ്പൊ തുടർച്ചയായി ചിലപ്പോൾ നോമ്പുണ്ട്. ചില കൊല്ലങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാം നോമ്പ് നോൽക്കാതെ ഇങ്ങനെ പോകണം. അപ്പൊ തോന്നും എന്താ ഈ മാസം നോമ്പല്ലേ എന്നും എനിക്ക് തോന്നും. അതാണ് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ഹത്താ നഖൂലു, ഞങ്ങൾ പറയും ലാ യുഫ്തിറു വയുഫ്തിറു ഹത്താ നഖൂലു ലാ യസൂമു. ചില സമയത്ത് റസൂലിനെ പറ്റി നോമ്പ് കണ്ടിട്ട് ഞങ്ങൾ പറയും നബി നോമ്പ് ഒഴിവാക്കണം, പ്രശ്നം തന്നെ കേട്ടെ, എപ്പോഴും നോമ്പായിരിക്കും എന്ന് പറയും. ചില സമയത്ത് പോയി ഇഫ്തിറു നബി നോമ്പ് ഒഴിവാക്കും. ഹത്താ നഖൂലു ലാ യസൂമു, നബി നോമ്പെന്ന് നോൽക്കില്ല കേട്ടോ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ അതൊരു സ്ഥിരമായി ഒരു രീതിയിൽ അങ്ങനെ കൊണ്ടുപോകുന്ന രീതിയല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത് ഷഅബാൻ. എന്നാൽ ഷഅബാനിൽ പൊതുവെ ധാരാളം നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോൽക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ഈ മാസത്തിൽ നോമ്പ് നമുക്ക് എത്രയും നോക്കാൻ യാതൊരു വിരോധമില്ല. പക്ഷെ ഷഅബാൻ 15-ന് ഒരു പ്രത്യേകത ഉണ്ട്, ബറാത്താണെന്ന് എന്ന് വിചാരിച്ചുകൊണ്ട് നോമ്പ് നോൽക്കുക എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു അടിസ്ഥാനമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന ചെറുതും വലുതുമായ പോരായ്മകൾ
അബദ്ധങ്ങൾ അത് നമുക്ക് പുറത്തു മാറ്റാൻ ഈ ലോകത്തും പരലോകത്തും സുഖവും സമാധാനവും സന്തോഷവും നൽകുന്ന ജീവിതമാണ് നമുക്ക് പ്രദാനം ചെയ്യാൻ. നമ്മോട് പ്രാർത്ഥിക്കണം ആവശ്യപ്പെട്ട് 2-3 പേര് ആവശ്യപ്പെട്ടിട്ട് അതിൽ 1-2 പേര് അവർ വളരെ പ്രയാസകരമായ ഈ ക്യാൻസർ രോഗം പിടിപെട്ട് കഠിനമായ വേദന കടിച്ചമർത്തിക്കൊണ്ട് ആ രോഗത്തെ അഭിമുഖീകരിക്കുന്ന ആളുകളാണ്. മറ്റൊന്നൊരു ഓപ്പറേഷൻ നടത്താൻ പോകുന്ന ഒരു കുട്ടി, ആ ഓപ്പറേഷൻ വിജയകരമായി പ്രയാസരഹിതമായി മുന്നോട്ട് പോകണം. അതിന് നിങ്ങൾ നിങ്ങളുടെ പള്ളിയിൽ വെച്ച് ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥന, ആരുടെ പ്രാർത്ഥന എപ്പോഴും എങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും എന്ന് നമുക്കറിയില്ല. നമ്മൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കേണ്ടവരാണ്. അതുകൊണ്ട് ഓരോരുത്തരും ഈ ആളുകൾക്ക് നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട ഈ സഹോദരി സഹോദരങ്ങൾക്ക് അവരുടെ സാലിഹായ മുറാദുകൾ ഹാസിലാകുന്ന ലഭ്യമാകുന്ന രീതിയിൽ അവർക്ക് സുഖവും സൗഖ്യവും സമാധാനവും നൽകി രോഗത്തിന് ശിഫയും മനസ്സിന് സമാധാനവും അവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم يا مقلب القلوب ثبت قلوبنا على الايمان. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا الحمد لله رب العالمين وصلى الله على نبينا